കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. നീ എൻ്റെ ഉള്ളിൽ സ്നേഹം പൂമഴയായി പെയ്യണം, നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെ ഒന്നാസ്വദിക്കാൻ, നിന്നെ ഒന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. നീ എൻ്റെ ഉള്ളിൽ സ്നേഹം പൂമഴയായി പെയ്യണം, നീ എൻ്റെ ഹൃദയത്തിൽ തേൻ പുഴയായി ഒഴുകണം. നിന്നെ ഒന്നാസ്വദിക്കാൻ, നിന്നെ ഒന്നനുഭവിക്കാൻ, നീ എന്നും രാജാവായി എന്നിൽ വന്നു വാഴേണം. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. നീ എൻ്റെ മുന്നിൽ ജീവനേകുമപ്പമാകുമ്പോൾ, നീ എന്നിൽ വന്നലിഞ്ഞു ചേരാനായി അണയുമ്പോൾ, കാണുന്നു നിൻ മുഖം, അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എൻ്റെ നല്ല കർത്താവേ. നീ എൻ്റെ മുൻപിൽ ജീവനേകുമപ്പമാകുമ്പോൾ, നീ എന്നിൽ വന്നലിഞ്ഞു ചേരാനായി അണയുമ്പോൾ, കാണുന്നു നിൻ മുഖം,
അറിയുന്നു നിൻ സ്നേഹം, പാടുന്നു സ്തുതിഗീതം എൻ്റെ നല്ല കർത്താവേ. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ, ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാലകനെ, ആരാധിക്കുന്നു ഞങ്ങൾ ആദരവോടെന്നും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനമാംസമായി ഞങ്ങളിൽ വസിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മീതെ ആശീർവാദം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. കർത്താവേ, വചനം മാംസമായി അവതരിച്ച അങ്ങയുടെ പരിശുദ്ധമായ മനുഷ്യാവതാരത്തെ ധ്യാനിക്കുന്ന അതിവിശുദ്ധമായ ഈ ദിവസങ്ങളിൽ ഈ ജോഷുവ പ്രയറിൻ്റെ കൃപ നിറഞ്ഞ മഹനീയമായ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് ചേർന്ന് ജീവിതത്തിൻ്റെ ഭാരങ്ങളെല്ലാം തിരുസന്നിധിയിൽ ഇറക്കി വെച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പരിശുദ്ധ കരുണയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ സ്നേഹത്താൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നവീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ, എന്നിൽ വസിച്ചൻ ജന്മത്തെ അനശ്വരമാക്കിയിടൂ. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ, ആമേൻ. എന്നിൽ വസിച്ചീ ജന്മത്തെ അനശ്വരമാക്കിയിടൂ. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. നീ തന്നെ സത്യം, നീ തന്നെ മാർഗം, നീ തന്നെ ജീവനും സർവേശ്വര. നീ തന്നെ വചനം, നീ തന്നെ മാർഗം, നീ ഏകരക്ഷകൻ സർവേശ്വര. ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നിടൂ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ജോഷുവ പ്രയറിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറിൽ പരിശുദ്ധ കുർബാനയുടെ ചാരത്തിരുന്ന് നമുക്ക് തിരുവചനം ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ അതിൻ്റെ മുഴുവൻ നിറവിലും ഭക്തിയിലും ആചരിച്ചു പ്രാർത്ഥിക്കുന്ന അതിവിശുദ്ധമായ അതിമനോഹരമായ കൃപയുടെ സമൃദ്ധി അല്പം പോലും ചോർന്നു പോവാതെ ഒഴുകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നിങ്ങളുടെ കണ്ണീര് തുടച്ച് അത്ഭുതങ്ങളും കൃപകളും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കും. ചേർന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ തിരുവചനം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ.
ദൈവം തൻ്റെ പുത്രനെ അയച്ചത്, ദൈവം തൻ്റെ പ്രിയപ്പെട്ട മകനെ ഭൂമിയുടെ സങ്കടങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത് കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ, കാലസമ്പൂർണത വന്നപ്പോൾ. അതാണ് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. കാലത്തിൻ്റെ തികവിൽ ഇടപെടുന്നൊരു ദൈവത്തിൻ്റെ അത്ഭുതകരമായ ചിത്രമാണ് ക്രിസ്തുമസ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. കാലത്തിന്റെ തികവിൽ ദൈവം, നമ്മുടെ ദൈവം, അവൻ കൃത്യതയുടെ ദൈവമാണ്, അവൻ സമ്പൂർണതയുടെ ദൈവമാണ്. അവൻ കാലത്തിന്റെ തികവിലും നിറവിലും കൃത്യമായി ഇടപെടുന്ന ദൈവമാണ്. വെളിപാടിന്റെ ചരിത്രമുറങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഓരോ അധ്യായങ്ങളും നിങ്ങൾ മറിച്ചു, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളും ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ നിർണായകമായ രംഗപ്രവേശനങ്ങളും എല്ലാം സമയത്തിന്റെ തികവിലാണ്. എല്ലാം പറഞ്ഞൊരുക്കുന്നു, എല്ലാം തികവിലാക്കുന്നു, എല്ലാം തയ്യാറാക്കുന്നു. കൃത്യസമയത്ത് അവൻ ഇടപെടുന്നു. അതൊരുപക്ഷെ നമ്മുടെ മാനുഷിക ബുദ്ധിക്ക്, നമ്മുടെ മാനുഷിക യുക്തിക്ക് പലപ്പോഴും പിടികിട്ടണമെന്നില്ല, പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമാകും. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നല്ല സന്തോഷം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ കരുണ പ്രതീക്ഷിച്ച് ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറയാം. ഈ ചെറുപ്പക്കാരൻ 13 തവണ IELTS പരീക്ഷ എഴുതി, 12 തവണയും പരാജയപ്പെട്ടു. 13ാമത്തെ തവണയാണ് അവൻ ഈ പരീക്ഷ പാസ്സാവണത്. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 12 പരാജയങ്ങളിലും എനിക്കൊരു കരുണ കിട്ടി, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല, എൻ്റെ ദൈവശരണത്തിൽ കുറവ് വന്നില്ല. കാരണം എന്തെന്നറിയോ അച്ഛാ? ഞാൻ 6ാമത്തെ തവണ പരീക്ഷ എഴുതാൻ പോയപ്പോൾ 1ാമത്തെ തവണ എൻ്റെ കൂടെ പരീക്ഷ എഴുതിയ ഒരു ചങ്ങാതിയെ ഞാൻ കണ്ടുമുട്ടി. അവൻ 1ാമത്തെ തവണ പാസ്സായവനാണ്. ആദ്യത്തെ പരീക്ഷയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ആദ്യത്തെ തവണ തന്നെ കിട്ടി, അവൻ പരീക്ഷ പാസ്സായി. പക്ഷെ ഇതുവരെയും അവൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒരനുഗ്രഹവും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാനും അവനും തുല്യമാണ്. അവൻ്റെ കാര്യത്തിലും ഒന്നും ആയിട്ടില്ല, അവൻ്റെ ജോലി ശരിയായിട്ടില്ല. അവനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറയാണ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ദേവാലയങ്ങളിൽ പോവാറില്ല. പരീക്ഷ പാസ്സായതും പാസ്സാകത്തൊക്കെ തുല്യാണോ? അന്ന് വൈകിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, നീ എനിക്ക് വിജയം തരുമെന്ന്, എനിക്ക് ജോലി തരുമെന്ന്, എൻ്റെ കുടുംബത്തിൽ ഇടപെടുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം, നീ ഇടപെടുന്ന സമയം വരെ എൻ്റെ വിശ്വാസത്തിൽ സാത്താൻ പ്രവേശിക്കല്ലേ. നീ ഇടപെടുന്ന സമയം വരെ എൻ്റെ ജീവിതത്തിൽ സാത്താന് അവസരം കൊടുക്കാതിരിക്കാൻ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം വരെ സാത്താൻ ഒന്ന് പ്രവേശിക്കാതിരിക്കാൻ നീ ഇടപെട്ടാൽ മതി, ബാക്കി എല്ലാം ശരിയാകും. എഫേസ്യോസ് 4:27 ഇങ്ങനെയാണല്ലേ പൗലോസ് പറഞ്ഞത്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. ജീവിതത്തിൽ വിജയം നൽകുന്നത് വരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, നിയോഗങ്ങൾ നിറവേറ്റപ്പെടുന്നതുവരെ എൻ്റെ ശരണത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ദൈവവിശ്വാസത്തിൽ, ശരണത്തിൽ സാത്താൻ ആധിപത്യം എടുക്കരുത്. അതുമാത്രം മതിയെന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച. ഏതായാലും വീണ്ടും അനേക പരീക്ഷകൾ എഴുതി, അനേക തവണ ഞാൻ പരാജയപ്പെട്ടു. പക്ഷേ ഇന്ന് അച്ഛൻ അറിയോ, 13ാം തവണ ഞാൻ പാസ്സായി. അതിൻ്റെ 3 ആഴ്ച കഴിഞ്ഞു, എൻ്റെ ജോലിയും ശരിയായി. നാളെ എൻ്റെ ജോലിക്കായുള്ള യാത്ര ഞാൻ ആരംഭിക്കുകയാണ്. അച്ഛാ, ദൈവം ഇടപെടും അച്ഛാ. അച്ഛനിത് മറ്റാരെങ്കിലുമൊക്കെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം. കാരണം 1 or 2 പരാജയം വരുമ്പം ഒരു നിരാശ തന്ന് സാത്താൻ നമ്മളെ കൈ കടത്തുന്നുണ്ട്, സാത്താൻ ജീവിതത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അതൊന്ന് പറഞ്ഞ് മനുഷ്യരെ സഹായിക്കണം അച്ഛാ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ സഞ്ചരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലത്തിൻ്റെ സമ്പൂർണതയിൽ ഇടപെട്ടൊരു ദൈവം, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ വർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും.
അതല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു വിവാഹ മേഖല ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി, മക്കളുടെ ഒരു ജോലി ശരിയാകാൻ വേണ്ടി, ഈ സ്ഥലം ഒന്ന് വിറ്റ് ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആ പ്രാർത്ഥനയിൽ, ആ കണ്ണുനീരിൽ, ആ നിയോഗത്തിൽ, നിങ്ങളുടെ ആ വലിയ സങ്കടത്തിൽ ദൈവം കൃത്യമായി ഇടപെടും. അവിടുന്ന് അതിശക്തമായി നിങ്ങളെ സഹായിക്കും. കൊളോസൂസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം, കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 3 വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ പതറിക്കപ്പോയവരോട്, ദൈവത്തോടുള്ള ശരണത്തിൽ ഇടറിപ്പോയവരോട് കർത്താവിൻ്റെ വചനമാണ്, സാത്താൻ അവസരം കൊടുക്കരുത്. കാരണം ചരിത്രത്തിൽ നിർണായക സമയത്ത് ഇടപെട്ട ദൈവമാണ്. അതാണ് ഈ ക്രിസ്തുമസ്. അങ്ങനെയെങ്കിൽ ലോക ചരിത്രത്തിൻ്റെ നിർണായക സമയത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന, അവനിൽ ശരണപ്പെടുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നിർണായക സമയങ്ങളിൽ അവൻ അതിശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. ഈ പരിശുദ്ധമായ മണിക്കൂറിൽ, ഈ ജോഷുവ പ്രയറിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില സങ്കടങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ വൈകുന്നത് കണ്ട് പാതി വഴിയിൽ നിരാശ പിടിച്ച് ഇടറിപ്പോവാനുള്ള പ്രേരണകൾ തരുന്ന സാത്താനെ ചെറുത്തു തോൽപ്പിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ വഴി വീണ്ടും വെട്ടിത്തുറക്കും. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ ഒരു വിഷയത്തെ കർത്താവിന് സമർപ്പിക്കുകയാണ്. എനിക്കായി കരുതുന്നവൻ, ഈശോയെ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഈശോയെ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നല്ല വിശ്വാസത്തോടെ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കർത്താവേ, പരീക്ഷകളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടുന്നവനാണ്. കർത്താവേ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അങ്ങൻ്റെ കൂടെ നിന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ബലപ്പെടുന്ന ശക്തിയായി അങ്ങ് കൂടെ ഉണ്ടാവണമേ. സാത്താൻ അവസരം കൊടുക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാനയെ നോക്കി ആരാധിക്കാം. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്തുതിക്കാമോ? ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇരുകരങ്ങളും കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. പരിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന കർത്താവ്, കാലിത്തൊഴുത്തിന്റെ ലാളിത്യത്തിൽ സമയത്തിന്റെ തികവിൽ അവതരിച്ച ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ തികവിൽ എൻ്റെ സങ്കടങ്ങളുടെ മീതെ, പ്രാർത്ഥനകളുടെ മീതെ കൃത്യമായി അവതരിക്കും. ഈ സമയത്ത് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തതിൻ്റെ നിരാശ കയറുന്ന ഓരോ ജീവിതങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. ചില കുടുംബ സമാധാനത്തിൻ്റെ വിഷയങ്ങളിൽ, നീറുന്ന കടബാധ്യതയുടെ മേഖലകളിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും പരിത്യാഗമെടുത്തിട്ടും ദൈവമേ അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് മനസ്സ് വിലപിക്കുന്ന സങ്കട കണ്ണീരിൻ്റെ അധ്യായങ്ങളിൽ, സാത്താൻ ആധിപത്യം കൊയ്തു തുടങ്ങുന്ന വിശ്വാസത്തിന്റെ ചില മേഖലകളിൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, തിരുവോസ്തിയിൽ നിന്ന് ജീവന്റെ പ്രകാശം, പ്രത്യാശയുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട ദൈവം നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ പ്രത്യാശയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്നേഹമായി നീ വരണേ ഈശോയേ, സൗഖ്യമായി നീ വരണേ. ജീവനോടെ ദൈവത്തെ നോക്കി സ്നേഹമായി നീ വരണേ ഈശോ, സൗഖ്യമായി നീ വരണേ. ജോഷുവ പ്രയറിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം ഞങ്ങൾ ഉച്ചരിച്ച എല്ലാ വചനങ്ങളും അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ മണിക്കൂറും അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകുന്ന വലിയ ആശ്വാസത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹൃദയത്തെ തട്ടി, മനസ്സിനെ ഉണർത്തി, വിശ്വാസത്തോടെ നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈ ജോഷുവ പ്രയറിന്റെ ഈ ദിവസത്തെ പരിശുദ്ധമായ വചനം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈ ദിവസം പരമാവധി കർത്താവിൻ്റെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നത് പോലെ ഈ വചനം ഉരുവിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ വചനത്തിൻ്റെ കൃപയും ശക്തിയും നമ്മുടെ ദിവസത്തെ അനുഗ്രഹമാക്കി മാറ്റും, നമ്മുടെ കുടുംബത്തെ വീണ്ടെടുക്കും. കർത്താവിൻ്റെ വചനത്തിൽ ശരണപ്പെടാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തോട് ചേർന്ന് ജോഷുവ പ്രയറിൻ്റെ ഈ ദിവസത്തെ പരിശുദ്ധ വചനത്തെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 8 തിരുവചനം. കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്, കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി കർത്താവിൻ്റെ വചനത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് ഏറ്റുചൊല്ലാം. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 8 തിരുവചനം.
കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. കർത്താവിൻ്റെ പരിശുദ്ധമായ ആശീർവാദത്തിന് വേണ്ടി ഭക്തിപൂർവം നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.